സമീർ, ഈ മാത്തോട്ടത്തെ റെയിൽപാളത്തിൻ്റെ കാര്യം പറയൂ സമീർ. ഇന്ന് രാവിലെ 7 മണിയോട് കൂടിയാണ് വലിയ ഒരു മഴ ഈ വിധത്തിൽ നമ്മൾക്ക് തൊട്ടുപിറകിൽ കാണുന്ന വിധത്തിൽ അത് ഇങ്ങോട്ട് റെയിൽവേ ട്രാക്കിലേക്ക് മറിഞ്ഞു വീണത്. മാഞ്ചിയം മരമാണ്. ഇവിടെ പഴയ ഡീസൽ പ്ലാന്റ് ആണ് ഈ കാണുന്ന ഭാഗം. അവിടെയാണ് ഇത്തരത്തിലുള്ള വലിയ മരങ്ങൾ ഉള്ളത്. ശക്തമായ കാറ്റിൽ അത് കടപുഴകി റെയിൽവേ ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു. ഷൊർണൂരിലേക്ക് പോകുന്ന പാതയാണിത്. ഇതാണ് ഏറെ മണിക്കൂറുകളോളം അത് തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായത്. അതിപ്പോൾ അവിടെ നിന്നുള്ള മരങ്ങളെല്ലാം തന്നെ വെട്ടി മാറ്റി പൂർണ്ണ തോതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഇവിടെ നിന്ന് 300 മീറ്റർ അകലെയായിക്കൊണ്ട് അരീക്കാട് വലിയ രീതിയിൽ മരങ്ങൾ കടപുഴകി വീണും അതുപോലെ തന്നെ ഒരു വീടിൻ്റെ മേൽക്കൂര അത് പറന്ന് ഈ റെയിൽവേ ട്രാക്കിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് 8 മണിക്കൂറോളം നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് സർവീസുകൾ പുനരാരംഭിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാവുകയും മരം വീണുകൊണ്ട് ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ മരം വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ഈ 3 മണിക്കൂറോളം ഇടയിൽ ഉള്ള വിവിധ ട്രെയിനുകൾ വൈകി ഓടുന്നുണ്ട്. ആ ട്രെയിനുകളൊക്കെ തന്നെ ഒരു ഭാഗത്ത് കൂടെ കടന്നു പോകാം, അതായത് കോഴിക്കോട് ഭാഗത്തേക്ക് കടന്നു പോകാൻ സംവിധാനമുണ്ടായിരുന്നു. ആ ഭാഗത്ത് അത് ക്രമീകരിക്കുകയും തുടർന്ന് ആ വഴിയിലൂടെ ഒരു ട്രാക്കിലൂടെ മാത്രം സർവീസുകൾ പുനരാരംഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അത് സർവീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള മരങ്ങൾ പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ടല്ലേ? ഇഷ്ടംപോലെ. കാരണം ഇവിടെ തൂങ്ങി നിൽക്കുന്ന കുറേ മരങ്ങളുണ്ട്. അത് ഈ കേരള സർക്കാരിൻ്റെ അധീനതയിൽ പെട്ടതാണ്. ഡീസൽ പ്ലാന്റിൻ്റെ അത് ഇതുവരെയായിട്ടും ശരിയായിട്ടില്ല. അതാണ് ഈ മഴ പെയ്തു കഴിഞ്ഞാൽ കൂടുതൽ മരങ്ങൾ കടപുഴകി ഇങ്ങനെ വീഴാൻ കാരണം ഉണ്ടാവുന്നത്. റെയിൽവേ ഒക്കെ ഇത് അറിയിച്ചിട്ടുണ്ടോ നാട്ടുകാർ? റെയിൽവേ ഭാഗത്തൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. പാറപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, അതിൻ്റെ ആ ഭാഗത്തൊക്കെ റെയിൽവേയുടെ മരങ്ങളൊക്കെ വെട്ടിമാറ്റിക്കുന്നു. വിവരങ്ങൾ നൽകിയത്.